ഓക്കെ, നമ്മൾ ഒരുപാട് പെൻ ടെസ്റ്റിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെൻ ടെസ്റ്റിംഗ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വീക്ക് പോയിന്റ്സുകൾ കണ്ടുപിടിക്കുക, അതേപോലെ അത് റിപ്പോർട്ട് ചെയ്യുക, ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു പെൻ ടെസ്റ്റിംഗ് ആണ് വയർലെസ് പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്താണ് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. വൈഫൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. റേഡിയോ സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് റേഡിയോ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻസ്, ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ്, ഇങ്ങനെ ഒരുപാട് എന്താ പറയുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് ഡിവൈസുകൾ പരസ്പരം കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ് വൈഫൈ അല്ലെങ്കിൽ വയർലെസ് ഫിഡലിറ്റി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ടെക്നോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? റേഡിയോ സിഗ്നൽസ് വഴിയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത്. റേഡിയോ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാനും അതിനെ സ്പ്രെഡ് ചെയ്യാനും അതിനെ റിസീവ് ചെയ്യാനും നമുക്ക് എന്തുണ്ട്? ആന്റിനാസ് ഉണ്ട്. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യാനും അതേപോലെ റിസീവ് ചെയ്യാനും നമുക്ക് ആന്റിനാസ് ആവശ്യമുണ്ട്. ദെൻ ഈ ഒരു സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും നമുക്ക് റൗട്ടേഴ്സും വേണം. ഓക്കെ, ഇതിനൊക്കെല്ലാം പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഇതിനെല്ലാം കൂടി കോമ്പിനേഷൻ നമ്മൾ ആക്സസ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, AP ആക്സസ് പോയിന്റ്, റൗട്ടർ ആക്സസ് പോയിന്റ്, വൈഫൈ ആക്സസ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതിന് നമ്മൾ ആക്സസ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ഇനി വൈഫൈ അഡാപ്റ്റർ. നമ്മളുടെയൊക്കെ കമ്പ്യൂട്ടറുകളിൽ എന്തുണ്ട്? വൈഫൈ കാർഡുകളുണ്ട് അല്ലെങ്കിൽ അഡാപ്റ്ററുകളുണ്ട്. അതാണ് റേഡിയോ സിഗ്നൽസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണിലും ഒക്കെ ഈ പറയുന്ന വൈഫൈ അഡാപ്റ്ററുകളുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ചെറിയ വേർഷൻ ആണത്. ഈ പറയുന്ന നമ്മൾ ആക്സസ് പോയിന്റ്, അതും ആക്സസ് പോയിന്റ് തന്നെയാണ്. അതിന്റെ ഒരു ചെറിയൊരു ലിമിറ്റഡ് ഒരു പവർ കുറഞ്ഞൊരു വേർഷൻ ആണ്. ഒരു വൈഫൈ കാർഡ്സുകൾ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് വൈഫൈ ത്രൂ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. വൈഫൈ ആക്സസ് പോയിന്റ് നമ്മൾ വീട്ടിലോ ഓഫീസിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ നെയിം കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെയൊക്കെ മൊബൈലിൽ വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ സറൗണ്ടിങ്സിലുള്ള വൈഫൈകളുടെ നെയിം കാണും. ഓക്കെ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് SSID ബ്രോഡ്കാസ്റ്റിംഗ് എനബിൾ ചെയ്തത് കൊണ്ടാണ്. SSID ബ്രോഡ്കാസ്റ്റിംഗ്, SSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈന്റെ നെയിം. നമ്മൾ ഓരോ വൈഫൈന്റെ പേരുകൾ കാണുമല്ലോ. കോളേജിന്റെ വൈഫൈക്ക് ഒരു പേരുണ്ടാകും. ആ പേരാണ് നമ്മൾ SSID എന്ന് പറയുന്നത്. അത് അവരിങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓരോ ആക്സസ് പോയിന്റും അവനവന്റെ പേരിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ വീട്ടിലെ കോളേജിലെ ഒക്കെ വൈഫൈ ഇതേപോലെ അവരവരുടെ പേര് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോണിൽ അവരുടെ പേര് കാണുന്നത്. ഓക്കെ, നമുക്ക് കാണും സറൗണ്ടിങ്ങിലുള്ള എല്ലാ വൈഫൈന്റെ പേര് നമ്മൾ മൊബൈലിൽ കാണുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? അവർ SSID, ഏതൊരു ആക്സസ് പോയിന്റ് പേരാണോ കാണുന്നത് ആ SSID അവരെന്ത് ചെയ്യുന്നുണ്ട്? SSID ബ്രോഡ്കാസ്റ്റിംഗ് വഴി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നമ്മൾ SSID ബ്രോഡ്കാസ്റ്റിംഗ് ഡിസബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പൊ അതൊരു ഓപ്ഷനാണ്, സെക്യൂരിറ്റി ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. നമ്മളുടെ SSID ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ റൗട്ടറിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അതവിടെ കാണിക്കും. SSID ബ്രോഡ്കാസ്റ്റിംഗ് ഡിസബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കാണണമെന്നുണ്ടെങ്കിൽ SSID ബ്രോഡ്കാസ്റ്റിംഗ് ഡീഫാൾട്ട് ആയിട്ട് എനബിൾഡ് ആയിരിക്കും. ദെൻ ഒരു ഓതന്റിക്കേഷൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഒരു ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഒരു ഓതന്റിക്കേഷൻ ത്രൂ ആണ് നമ്മൾ ഒരു ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഓതന്റിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ഓതന്റിക്കേഷൻ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഹാഷ് വാല്യൂ ആണ് ഇവർ പരസ്പരം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എൻക്രിപ്ഷനും ഹാഷിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് WPA2 ആണ്. ഇപ്പൊ ലേറ്റസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ WPA ഒക്കെ പറയുന്നുണ്ട്, എന്നാൽ WPA2 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് WPA2.3 ആ ഒരു വേർഷനാണ്. അവിടെയൊക്കെ ഓതന്റിക്കേഷൻ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് എന്ന് കൊടുക്കുമ്പോൾ, നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഫോണിൽ കണക്ട് എന്ന് കൊടുക്കുമ്പോൾ അതൊരു ഹാഷ് വാല്യൂയിലേക്ക് കൺവേർട്ട് ആവും. നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഒരു ഹാഷ് വാല്യൂയിലേക്ക് കൺവേർട്ട് ആവും. ദെൻ ഈ ഹാഷ് വാല്യൂ ആക്സസ് പോയിന്റിലേക്ക് പോകും. ആക്സസ് പോയിന്റിലും ഒറിജിനൽ പാസ്വേഡ് അവിടെ ഉണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യും? അവരും ഇതിനെ ഹാഷ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നമ്മൾ റിക്വസ്റ്റ് പോകുമ്പോൾ നമ്മളുടെ ഹാഷ് വാല്യൂയും അവരുടെ ഹാഷ് വാല്യൂയും ഈക്വൽ ആണെങ്കിൽ മാത്രം നമ്മൾ ആ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ആവുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മളൊരു പാസ്വേഡ്, ഒരു വൈഫൈ, നമ്മളുടെ ഹോം വൈഫൈ, ഓക്കെ, ഹോം വൈഫൈ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ആ ഹോം വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യും. കണക്ട് കൊടുക്കുന്ന സമയത്ത് അത് എന്താക്കി മാറുന്നുണ്ട്? ഒരു ഹാഷ് വാല്യൂ ആയിട്ട് മാറും. ഈ ഹാഷ് വാല്യൂ ആണ് പിന്നെ ആ റൗട്ടറിലേക്ക് പോകുന്ന ആക്സസ് പോയിന്റിലേക്ക് പോകും. ഓക്കെ, ഈ ഹാഷ് വാല്യൂ ആ ആക്സസ് പോയിന്റിലേക്ക് പോയിട്ട് അവിടെയുള്ള ഹാഷ് വാല്യൂ ആയിട്ട് ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ എനിക്ക് എന്ത് തരും? കണക്ഷൻ തരും. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യും? അവിടെ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ കിട്ടും. അല്ലെങ്കിൽ എന്റെ കണക്ഷൻ ഡെലി ആവും.
എൻ്റെ ഫോണിൽ ആ പാസ്വേഡ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരും. ഈ പ്രോസസ്സിനെയാണ് WPA ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതേപോലുള്ള ഓതന്റിക്കേഷൻ മെത്തേഡുകൾ പാസ്സായിട്ടാണ് നമ്മൾ ഒരു ഡിവൈസിലേക്ക് കണക്ട് ആവുന്നത്, ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ആവുന്നത്. ഓക്കെ, ദെൻ ഡാറ്റ ട്രാൻസ്മിഷൻ. ഇനി എന്ത് ചെയ്യും? സിഗ്നൽസ് വഴി ഡാറ്റകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകും. ഓരോ വൈഫൈ ആക്സസ് പോയിന്റിനും അതിൻ്റെതായ ഒരു റേഞ്ച് ഉണ്ട്. എൻ്റെ കയ്യിലും ഒരു ചെറിയൊരു ആക്സസ് പോയിന്റ് ഉണ്ട്, ചെറിയൊരു അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്ററിനും ചെറിയ റേഞ്ചിലുള്ളതാണ്, ചെറിയ റേറ്റിലുള്ളതാണ്. പവർഫുൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 1 lakhിൻ്റെയും 2 lakhിൻ്റെ ഒക്കെ ആക്സസ് പോയിന്റുകൾ, അഡാപ്റ്ററുകൾ അവൈലബിൾ ആണ്. മോഡലുകളൊക്കെ അവൈലബിൾ ആണ്. അതിനൊക്കെ വൈഫൈ പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർഷൻ ഉണ്ട്. അതൊക്കെ പവർഫുൾ ആയിട്ടുള്ള അഡാപ്റ്റർ ആണ്, പക്ഷെ അതിന് നല്ല റേറ്റ് ഉണ്ട്. ഒരു 1 lakh. അതിന്റെ എന്റർപ്രൈസ് എഡിഷൻ, അതിന്റെ ഫ്രീ ചെറിയൊരു എഡിഷന് 10,000 രൂപ വിലയുണ്ട്. അതിന്റെ എന്റർപ്രൈസ് എഡിഷൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയതിന് 1 lakh 2 lakh അത് റേഞ്ച് ഉണ്ട്. എന്റെ കയ്യിൽ 500 രൂപേന്റെ ഒരു ചെറിയൊരു സാധനമുള്ളത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സിഗ്നൽ കപ്പാസിറ്റി കുറച്ച് കുറവുണ്ടാകും. അപ്പൊ റേഞ്ച് ആക്സസ് പോയിന്റിനാവട്ടെ, നമ്മൾ സ്വീകരിക്കുന്ന വൈഫൈ കാർഡിനാവട്ടെ, ഇതിനൊക്കെ ഒരു റേഞ്ച് ലിമിറ്റ് ഉണ്ട്. ആ റേഞ്ച് ലിമിറ്റ് ഉള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എത്രത്തോളം ആക്സസ് പോയിന്റിന് അടുത്താവുന്നു അത്രത്തോളം നമ്മുടെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പീഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈസിനോട് എത്രത്തോളം അടുത്തിരിക്കുന്നു അത്രത്തോളം നമുക്ക് സ്പീഡ് കൂടുതൽ കിട്ടും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഫസ്റ്റ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ വന്ന പ്രോട്ടോകോൾ WEP ആയിരുന്നു. നമ്മൾ ഓരോരോ പെട്ടെന്ന് പോവാണ്. ഇതൊന്നും നമുക്കിപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, എങ്കിലും ഇതിന്റെ ഹിസ്റ്ററി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഫസ്റ്റ് വന്നിരുന്നത് WEP ആയിരുന്നു. ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1990-ൽ WEP കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. വയേർഡ് ഈക്വലന്റ് പ്രൈവസി എന്നാണ് പറയുന്നത്. അത്രയും കാലം വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, വയർ ത്രൂ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ നടന്നുന്നുണ്ടെങ്കിൽ അന്ന് മുതലാണ് ഈ പറയുന്ന റേഡിയോ സിഗ്നൽസ് യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ തുടങ്ങിയത്. പക്ഷെ ഇവിടെ അധികം വലിയൊരു എൻക്രിപ്ഷൻ ഒന്നും നടക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള ഒരു എൻക്രിപ്ഷൻ ആണ്. അത് ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 2005-ൽ എല്ലാവരും ടെക്നോളജി ഒക്കെ പഠിച്ചതോടുകൂടി അതൊക്കെ എല്ലാവരും സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതോടുകൂടി അത് ഭയങ്കര റിസ്കി പൊസിഷനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോയി. അത് നമ്മൾ മാറ്റി. ഓക്കെ, നമുക്ക് റൺ ചെയ്യാനുള്ള ടൂളുകളൊക്കെയാണ്. ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതപ്പോൾ കാണാം. ദെൻ WEPക്ക് ഈ ഒരു ഇഷ്യൂ വന്നതോടുകൂടി അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ WPA കൊണ്ടുവന്നു. ഓക്കെ, കുറച്ചും കൂടിയും സെക്യൂരിറ്റി ഉള്ള WPA കൊണ്ടുവന്നു. പക്ഷെ ഇവിടെയും നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള പാസ്വേഡിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയേർഡ് വൈഫൈ പ്രൊട്ടക്റ്റഡ് ആക്സസ് എന്നാണ് അടുത്ത WEPന്റെ അപ്ഡേറ്റഡ് ആയിട്ട് വന്ന പ്രോട്ടോകോളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, TKIP എന്ന് പറയുന്ന ഒരു ഇന്റഗ്രിറ്റി പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ട് ഇതും ഇന്ന് അവൈലബിൾ അല്ല, ഇതും നമ്മൾ ഔട്ടാക്കി. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് WPA2. നമ്മളിപ്പോൾ നോർമലി കാണുന്നതൊക്കെ WPA2ഉം WPA3യുമാണ്. ഇവിടെയാണ് AES എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി എന്താണ് സെക്യൂരിറ്റി കൂടി നമുക്ക് അതുകൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന WPA2. അതിന്റെ വേർഷൻ WPA3 എക്സിസ്റ്റ് ആണ്. നമ്മുടെ എന്റർപ്രൈസുകളിലൊക്കെ കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പാസ്വേഡ് മാത്രമല്ല, ഡിവൈസിന്റെ MAC അഡ്രസ് നോക്കും, ഡിവൈസിന് വേറൊരു യൂസർ നെയിമും പാസ്വേഡ് കൂടി ഉണ്ടാവും. അതെല്ലാം പാസ്സായാൽ മാത്രം നമുക്ക് ആ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ WPA3 എന്റർപ്രൈസും കാര്യങ്ങളൊക്കെ വീണ്ടും അവൈലബിൾ ആണ്. ഓക്കെ, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? WPA2 ആണ്. ഓക്കെ, നമ്മൾ വീടുകളിലും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് WPA2 ആണ്. WPA2നും എന്റർപ്രൈസ് എഡിഷൻ ഉണ്ട്. അതേപോലെ WPA3 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അതിൽ കുറച്ചും കൂടി എൻക്രിപ്ഷനും കുറേ കൂടി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാകും. അതൊക്കെ ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് ആ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് വന്നിട്ടില്ല. നമ്മളിപ്പോഴും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ് WPA2 ആണ് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ വയർലെസ് പെനട്രേഷൻ ടെസ്റ്റിംഗ് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വൈഫൈനെ പറ്റിയുള്ള WEP വന്നു, WPA വന്നു, WPA2, ലേറ്റസ്റ്റ് WPA3 ഉണ്ട്. WPA2ക്കും WPA3ക്കും എന്റർപ്രൈസ് എഡിഷനോടെ ഉണ്ട്, കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടിയിട്ടുള്ള ടാസ്ക്. ഓക്കെ, നമ്മൾ നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് WPA2 ആണ്. നമ്മുടെയൊക്കെ നെറ്റ്വർക്കും എല്ലാവരും WPA2 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് വയർലെസ് പെനട്രേഷൻ ടെസ്റ്റിംഗ്. അവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വയർലെസ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഇത് എപ്പോഴാണ് ആവശ്യമുള്ളത്?
വീക്ക് പോയിന്റ്സുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇത് രണ്ട് എവിടെയാണ് ഇത് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാനുഫാക്ചറിങ് കമ്പനീസിൽ, ഈ റൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനീസിൽ, വൈഫൈ ഡിവൈസുകൾ ഉണ്ടാക്കുന്ന കമ്പനീസിൽ അവർക്ക് അവരുടെ ഡിവൈസിനെ ടെസ്റ്റ് ചെയ്യണം. അവർ സെക്യൂർ ഡിവൈസ് ആണെന്നൊക്കെ പറഞ്ഞാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മുന്നേ അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെയുള്ള കമ്പനീസിലും അതുപോലെ വലിയ വലിയ വൈഫൈ ലീക്ക് ആയാൽ ഇഷ്യൂ ആകും എന്നുള്ള കമ്പനീസ് ഉണ്ട്. ഓക്കെ, വലിയ വലിയ കമ്പനികളുണ്ട്. അവരുമാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈഫൈ പെൻ നടത്തുന്നത്. ഓക്കെ, എന്തിനാണ് അവർ നടത്തുന്നത്? അവരുടെ സിഗ്നൽസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ, കമ്പനിന്റെ ഉള്ളിൽ, ഇപ്പൊ കമ്പനിന്റെ ഉള്ളിൽ നടത്തുന്നത് എന്തിനാണ്? സിഗ്നൽസ് ഒക്കെ എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്നുണ്ടോ, അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ആക്സസ് എടുക്കുന്നുണ്ടോ, അങ്ങനെ ആർക്കെങ്കിലും ആക്സസ് എടുക്കാൻ പറ്റുമോ, പാസ്വേഡ്സ് പെട്ടെന്ന് ലീക്ക് ചെയ്യാൻ പറ്റുമോ, ഓക്കെ, വൈഫൈയിൽ എത്ര ഡിവൈസുകൾ ഫിക്സഡ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്, ഏതെങ്കിലും അഡീഷണൽ ഡിവൈസുകൾ വരുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വയർലെസ് പെൻ ടെസ്റ്റിംഗ് വലിയ വലിയ കമ്പനീസിലൊക്കെ വൈഫൈ ലീക്കായി പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ ഉണ്ട് എന്നുള്ള എല്ലാ കമ്പനീസും ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യും. അവിടെയൊക്കെ നമുക്ക് വയർലെസ് പെൻ ടെസ്റ്റിംഗിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ടാസ്ക് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ വൈഫൈ പെൻ ടെസ്റ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിനും ഒരു ഫേസസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആദ്യം നമ്മൾ ചുറ്റുവട്ടത്തുള്ള സറൗണ്ടിങ് വൈഫൈകൾ മൊത്തം നമ്മളൊന്ന് ജസ്റ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. എന്തൊക്കെ വൈഫൈകൾ ഉണ്ട്, നമ്മളെ പരിസരത്ത് ഏതൊക്കെ വൈഫൈകൾ ഉണ്ട്, ഇപ്പൊ ഏതാണ് നമ്മുടെ ടാർഗറ്റ് വൈഫൈ, അവർ ഏത് നമ്മുടെ ടാർഗറ്റ് വൈഫൈ ഏത് എന്താ പറയാ സർവീസ് പ്രൊവൈഡർ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്, ഐഡിയ ആണോ, വോഡാഫോൺ ആണോ, ജിയോ ആണോ, ഏതാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇവർ ഏത് നെറ്റ്വർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അവർ ഏത് റൗട്ടറാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു വയർലെസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ദെൻ അതിൽ നിന്ന് നമുക്ക് എക്സാക്ട് നമ്മുടെ വയർലെസ് നെറ്റ്വർക്ക് ചെയ്ത്, ഒരു കമ്പനിന്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വയർലെസ് നെറ്റ്വർക്ക് ഉണ്ടാവും. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ട വൈഫൈ നെറ്റ്വർക്ക്, വയർലെസ് നെറ്റ്വർക്ക് ഏതാണ്. ഓക്കെ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ അതിലുള്ള വീക്ക് പോയിന്റുകളെ കണ്ടുപിടിച്ച് അതിന് നമ്മൾ വീക്ക് പോയിന്റ്സുകൾ അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം നമ്മൾ കളക്ട് ചെയ്യണം. അവിടെ സ്കാനിങ് ഒന്നുമില്ല, വളണറബിലിറ്റി റിസർച്ച്. അതിൽ കിട്ടാവുന്ന വളണറബിലിറ്റീസ് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുക. എന്ത് എൻക്രിപ്ഷൻ ആണ് അവർ യൂസ് ചെയ്തത്, എന്ത് എൻക്രിപ്ഷൻ മെത്തഡാണ് അവർ യൂസ് ചെയ്തത്, ഓക്കെ, അവിടെ വേറെ എന്തെങ്കിലും വീക്ക് പോയിന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലോയിറ്റേഷൻ, ഗെയിനിങ് ആക്സസ് എടുക്കുക, ഫൈനലി അത് റിപ്പോർട്ട് ചെയ്യാം. നോർമൽ ഒരു വൈഫൈ പെൻ ടെസ്റ്റിംഗിന്റെ സ്റ്റെപ്പുകൾ തന്നെ. നമുക്ക് സ്കാനിങ് അല്ല, നമ്മുടെ വളണറബിലിറ്റി റിസർച്ച് എന്നുള്ള ടേം നേരെ ഉൾപ്പെടുത്തി. ഇനി കുറച്ച് ടേമുകൾ നമ്മൾ പറഞ്ഞു. SSID എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒരു വൈഫൈ ആക്സസ് പോയിന്റിന്റെ നെയിമിനെയാണ് നമ്മൾ SSID എന്ന് പറയാം. ഓക്കെ, സെറ്റ് ഐഡന്റിഫയർ, ഓക്കെ, സർവീസ് സെറ്റ് ഐഡന്റിഫയർ. ദെൻ SSID ബ്രോഡ്കാസ്റ്റിംഗ് എന്താണെന്നുള്ളതും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു. ഒരു SSID നെയിം ടോട്ടൽ 32 ക്യാരക്ടർ ലോങ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വൈഫൈ ആക്സസ് പോയിന്റിന്റെ നെയിം ലെങ്ത് ആണ്. ദെൻ ആക്സസ് പോയിന്റ് നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്, എങ്ങനെ നമുക്ക് പെൻ ടെസ്റ്റിംഗ് നടത്താം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇനി അതിന് മുന്നേ തിയററ്റിക്കൽ പാർട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ വയർലെസ് പെൻ ടെസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വീക്ക് പോയിന്റ്സുകളൊക്കെ, വൈഫൈ റിലേറ്റഡ് ആയിട്ടുള്ള വീക്ക് പോയിന്റ്സുകളൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഓവറോൾ സെക്യൂരിറ്റി സ്ട്രെങ്തൻ കൂട്ടാൻ പറ്റും. ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഒക്കെ നമ്മളുടെ കമ്പനി പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കമ്പനീന്റെ റെപ്യൂട്ടേഷൻസിന് സേഫ് ചെയ്യാൻ പറ്റും. ദെൻ കോസ്റ്റ് സേവിങ്, വൈഫൈ വഴി നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് കാണാനൊക്കെ പറ്റും. വൈഫൈ വഴി ഒരുപാട് അറ്റാക്കുകളും പോസിബിൾ ആണ്. അപ്പൊ അതുവഴി നമുക്ക് അറ്റാക്ക് നടക്കുന്നതിന് മുന്നേ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കുറച്ചുകൂടി കോസ്റ്റ് സേവിങ് ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഫിനാൻഷ്യലി ആയിട്ട് നമുക്ക് കുറെ സേവിങ്സ്, കുറെ അറ്റാക്കുകൾ നമ്മൾ തടയാണ്. മുൻകൂട്ടിയെ നമ്മൾ എന്ത് ചെയ്യാന്ന്, ഒരുപാട് അറ്റാക്കുകൾ നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഒരു വയർലെസ് പെൻ ടെസ്റ്റിംഗ്. ഇനി നമുക്കതിന്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോകണം, അല്ല പ്രാക്ടിക്കലിലേക്ക്. ഞാനതിന്റെ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് വർക്ക് ആവുമോ നോക്കാൻ വേണ്ടി. ഞാൻ അഡാപ്റ്ററിന്റെ ഇമേജ് ഞാൻ ഷെയർ ചെയ്തിടാം, അഡാപ്റ്റർ ഏതാ വേണ്ടതുള്ളത്. എന്തുകൊണ്ട് നമുക്ക് അഡാപ്റ്റർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഇപ്പൊ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് വിൻഡോസിന്റെ ഉള്ളിൽ വിർച്വൽ ബോക്സ് അല്ലെങ്കിൽ VMware വഴിയാണ് കാലി യൂസ് ചെയ്യുന്നത്. കാലി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ കാലിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആരാവശ്യമുണ്ട്, വൈഫൈ കണക്ഷൻ ആവശ്യമുണ്ട്. വൈഫൈ അഡാപ്റ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാലിയിലേക്ക് ആവശ്യമുണ്ട്. ഓക്കെ,
അപ്പം നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ സിസ്റ്റത്തിലുള്ള വൈഫൈ അഡാപ്റ്റർ അല്ലെങ്കിൽ വൈഫൈ എന്ന് പറയുന്നത് നമ്മളുടെ വിൻഡോസ് ആക്സസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി വിൻഡോസ് ആക്സസിബിൾ ആണ്. അത് ഇനി വേറെ ഷെയർ ചെയ്യാൻ പറ്റില്ല. വിൻഡോസ് അത് എടുത്തിട്ടുണ്ട്. ഇനി കാലിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു അഡാപ്റ്റർ വേറെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അഡാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് അതൊന്ന് പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ ഷെയർ ഒന്ന് മാറ്റാം. പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം വിർച്വൽ ബോക്സ് എടുക്കുക. സെറ്റിങ്സിൽ കാലിയിൽ സെലക്ട് ചെയ്യുക കേട്ടോ. കാലി സെലക്ട് ചെയ്യാം, സെറ്റിങ്സ് എടുക്കുക, അതിൽ USB എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മൾ നമ്മുടെ വിൻഡോസിൽ കണക്ട് ചെയ്ത പെൻഡ്രൈവ് ആവട്ടെ, ഏതൊരു USB ഡിവൈസ് ആവട്ടെ, അത് ഡയറക്റ്റ് കാലിയിലേക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, പ്ലസ് ബട്ടൺ, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വേർഷൻ ഏതോ ആയിക്കോട്ടെ കേട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എടുത്തോളൂ, കുഴപ്പമില്ല, ഏത് വേർഷൻ ആയിക്കോട്ടെ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഏത് ഡിവൈസ് ആണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഡിവൈസ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഏത് ഡിവൈസ് ആണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ടിക്കറ്റ് കാണിക്കുന്നുണ്ടാവും. ദെൻ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പൊ ഏതൊരു USB ഡിവൈസും അത് ഏതും ആയിക്കോട്ടെ, നമുക്ക് പെൻഡ്രൈവ് ആവട്ടെ, ഫോൺ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാലിലേക്ക് ഫോൺ കണക്ട് ചെയ്യണം. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഫോൺ ആദ്യം വിൻഡോസിൽ USB പോർട്ടിൽ കണക്ട് ചെയ്യാം. ദെൻ USB വഴി ഇവിടെ പ്ലസ് ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ആ ഫോണിന്റെ ലിങ്ക് ഇവിടെ കാണിക്കും. ഓക്കെ, ഇതിപ്പോ നോക്കാം, എന്റെ ക്യാമറ അതേപോലെ മൗസിന്റെ ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. മൗസ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് എനിക്ക് എന്ത് ചെയ്യാം, അവിടെ ഡയറക്റ്റ് നേരിട്ട് യൂസ് ചെയ്യും. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നേരിട്ട് കാലിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കണക്ട് ചെയ്യേണ്ട ഡിവൈസുകൾ കൊടുത്തു, ജസ്റ്റ് ഇവിടുന്ന് ഓക്കെ കൊടുക്കുക. ദെൻ നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു കാര്യം ടാസ്ക് കൂടി ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അഡാപ്റ്റർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്, അത് വിട്ടേക്കാം. ഇവിടെ USB-യിൽ വരിക, ഏതാണോ ആ ഡിവൈസ് ഇവിടെ ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഡിസബിൾ ആയിട്ടായിരിക്കും. ഇവിടെ നോക്കി ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ആക്കി കൊടുക്കുക. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് എനേബിൾ ആക്കിയിട്ടുണ്ട്. എനേബിൾ ആയോ നോക്കാം, എനേബിൾ ആയിട്ടുണ്ട്. ദെൻ വൈഫൈ സിഗ്നൽസ് ഇവിടെ വരുന്നുണ്ടോ, ഇവിടെ അത് വരും, റിഫ്ലക്ട് ചെയ്ത് വരും. ഇവിടെ വൈഫൈൻ്റെ ഇവിടെ കാണിക്കും. ഇവിടെ IF കോൺഫിഗ് ഞാനിപ്പോൾ ഓൾറെഡി കണ്ടക്ഷൻ നടത്തി കഴിഞ്ഞതുകൊണ്ട് ഓക്കെ, WLAN 0 കണക്റ്റഡ് ആണ്. ഇതാകണം വൈഫൈകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും വൈഫൈയിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവൈലബിൾ നെറ്റ്വർക്ക് വൈഫൈന്റെ പേര് ക്ലിക്ക് ചെയ്യുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, നോർമൽ ഒരു ഫംഗ്ഷൻ. ഓക്കെ, വൈഫൈ അഡാപ്റ്റർ ഇപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ. IW കോൺഫിഗ് എന്നും പറഞ്ഞ് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വൈഫൈ അഡാപ്റ്റർ പേരിലാണ്, ഓട്ടോ മോഡിലാണ്. അഡാപ്റ്റർ ഇവിടെ കണക്റ്റഡ് ആണ്. അഡാപ്റ്ററിന്റെ പേര്, വൈഫൈ അഡാപ്റ്ററിന്റെ പേര്, ഫ്രീക്വൻസി 2.4 ആണ്. എന്ന് പറഞ്ഞാൽ 5G നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നെറ്റ്വർക്കുകളെ നിങ്ങൾക്ക് തൊട്ടടുത്ത് വിസിബിൾ ആയിട്ട് കാണുള്ളൂ. ദെൻ ഓട്ടോ മോഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈഫൈ നമ്മൾ ഡീഫോൾട്ട് പർപ്പസിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഓട്ടോ മോഡ് ആയിരിക്കും. വൈഫൈ നമ്മൾ എപ്പോഴും ഡീഫോൾട്ട് പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോ മോഡ് ആയിരിക്കും. ഓക്കെ, എന്നാൽ വേറൊരു മോഡ് കൂടി ഉണ്ട്, മാനേജർ മോഡ് ആണെന്നുണ്ടെങ്കിലും ഓട്ടോ മോഡും സിമിലർ ആണ്. നമ്മൾ നമ്മുടെ ഫോണും മറ്റേത് ഡിവൈസും വൈഫൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആക്സസ് പോയിന്റിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പർപ്പസുകൾക്കൊക്കെയാണ് നമ്മൾ ഓട്ടോ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാനേജ്ഡ് മോഡ്. ദെൻ വേറൊരു പ്രധാനപ്പെട്ട മോഡാണ് മോണിറ്റർ മോഡ്. നമ്മൾ പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മോണിറ്റർ മോഡാണ്. ഓക്കെ, പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോണിറ്റർ മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ഏത് മോഡിലാണ്, ഓട്ടോ മോഡിലാണ്. അതെങ്ങനെ മനസ്സിലായത്, IW കോൺഫിഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എത്ര അഡാപ്റ്റർ ഉണ്ടോ അത്രയും ഇന്റർഫേസുകൾ ഉണ്ടോ അതിവിടെ കാണാൻ പറ്റും. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ IF കോൺഫിഗ് അടിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും ഒരു ധാരണയാണ്, ചിലവരുടെ കേട്ടോ. IF കോൺഫിഗ് അടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും IP അഡ്രസ്സ് കാണാനാണ്. അല്ല, IF കോൺഫിഗ് അടിക്കുന്നത് നമ്മൾ നമ്മുടെ ഡിവൈസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റർഫേസുകൾ കാണാനാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം WLAN 0 കണക്ട് ചെയ്തിട്ടുണ്ട്, Ethernet 0 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഇന്റർഫേസുകളെ കാണാനാണ് നമ്മൾ IF കോൺഫിഗ് അടിക്കുന്നത്. ആ ഇന്റർഫേസിന്റെ ഡീറ്റെയിൽസിലാണ് നമുക്ക് അവരുടെ IP അഡ്രസ്സ് കാണാൻ പറ്റുന്നത്. ഓക്കെ, WLAN 0 IP അഡ്രസ് കാണിച്ചിട്ടുണ്ടോ, ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല.
ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് ഞാൻ കണക്ട് ചെയ്താൽ അപ്പോൾ എനിക്ക് IP അഡ്രസ് കിട്ടും, അതും ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അഡാപ്റ്ററിനെ പറ്റി കൂടുതൽ അറിയാനാണ് നമ്മൾ IW കോൺഫിഗ്. IW കോൺഫിഗ് ശ്രദ്ധിക്കാം, IF കോൺഫിഗ് അല്ല, IW കോൺഫിഗ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർഫേസിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. കണ്ടോ, ഇത് ഓട്ടോ മോഡാണ്, പേര് കാണുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വൈഫൈ പെൻ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈഫൈ പെൻ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് വേറൊരു അഡാപ്റ്ററിലേക്ക് മോഡിലേക്ക് മാറ്റണം. അതാണ് മോണിറ്റർ മോഡ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്താണ്. IW കോൺഫിഗ് IF കോൺഫിഗ് WLAN 0 ഡൗൺ, ഒന്ന് ഡൗൺ ആക്കാം. ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ ചേഞ്ചസ് വരുത്താൻ. ഇപ്പൊ എന്തായി, എന്റെ അഡാപ്റ്ററിനെ ഞാനൊന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഓഫായിട്ട് പോകും. കണ്ടോ, ഓഫായിട്ട് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും, അതിനെ മോണിറ്റർ മോഡിലേക്ക് മാറ്റാൻ കൊടുക്കുന്ന കമാൻഡാണ് airmon-ng. ക്ലിയർ സ്ക്രീൻ കാണുന്നില്ല. airmon-ng start WLAN 0. ഓക്കെ, ഞാനൊന്ന് എന്തിനാണ്, മോണിറ്റർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതേ കമാൻഡ് വേറെ രീതിയിലും കൊടുക്കാം, ഒരുപാട് രീതികളുണ്ട്. IW config WLAN 0 മോഡ് മോണിറ്റർ, ഇങ്ങനെയും കൊടുക്കാം. ഞാൻ എല്ലാ കമാൻഡുകളും ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയും കൊടുക്കാം, ഒരേ ടാസ്ക് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയും കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ airmon-ng ചെക്ക് കിൽ WLAN 0, ഏതാണ് ഇന്റർഫേസ്, അത് കൊടുക്കാം. ഇങ്ങനെയും കൊടുക്കാം. ഇത് ഏത് കൊടുത്താലും മോണിറ്റർ മോഡിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. airmon-ng ചെക്ക് കിൽ WLAN 0. ഞാനിവിടെ airmon-ng സ്റ്റാർട്ട് WLAN 0 കൊടുത്ത് എൻ്റർ അടിച്ചു. ദെൻ അവർ പറയുന്നു മോണിറ്റർ മോഡ് എനബിൾഡ് ആയി. ഓക്കെ, മോണിറ്റർ മോഡ് ഓക്കെ ആയി. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, മോണിറ്റർ വീണ്ടും നമ്മൾ ഓഫ് ആക്കി വെച്ചിരുന്നല്ലോ സിസ്റ്റം, IF കോൺഫിഗ് WLAN 0 ഡൗൺ അടിച്ചിരുന്നു, അത് നമ്മൾ വീണ്ടും അപ്പ് ആക്കുന്നു. ഓക്കെ, അപ്പ് ആക്കുന്ന സമയത്ത് നോക്കാം. ദെൻ നമ്മൾ IF കോൺഫിഗ് അടിച്ചാൽ IF അവിടെ ഉണ്ടാകും, ഇന്റർഫേസ് അവിടെ ഉണ്ടാവും. ഇനി IW കോൺഫിഗ് ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, മോഡ് എന്തായി നോക്കേ, മോണിറ്റർ മോഡിലേക്കായി. ഓക്കെ, മോഡ് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് ഇതേപോലെ ഇവിടെ അവൈലബിൾ ഒന്നും ഉണ്ടാവില്ല, വൈഫൈ കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, നമ്മളുടെ ഡീഫോൾട്ട് വർക്കിംഗ് പോയി. സാധാരണ വൈഫൈ അഡാപ്റ്റർ നമുക്ക് എന്തിനാണ്, വൈഫൈയിൽ ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഇപ്പൊ ആ ടാസ്ക് പോയി, ഇപ്പൊ നമ്മുടെ ടാസ്ക് മാറി. നമ്മളിപ്പോ എവിടെ എത്തി, മോണിറ്റർ മോഡിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്കുകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് airmon-ng WLAN 0. ഇതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തിടാം. വെറുതെ സമയം നമ്മുടെ ഒരുപാട് പോകും. ഓക്കെ, അവിടെ നടക്കാത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ആ സമയത്ത് വർക്ക് ചെയ്തില്ല. അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മതിയാവും. എന്നാൽ എനിക്ക് വേറൊരു ടോപ്പിക് ഇവിടെ വേഗം എടുക്കാം. ഒരു 6 മണിക്ക് എനിക്ക് ഇറങ്ങാം, അതെങ്കിൽ വേഗം എടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്കുകൾ കാണാം. ഇതെങ്ങനെ ഞാൻ എടുത്തു പെട്ടെന്ന് ഞാൻ പറയാം, ഇതൊക്കെ ആ വീഡിയോയിലുണ്ട്. എനിക്ക് സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്ക് കാണുന്നുണ്ടെങ്കിൽ WLAN 0 airmon-ng WLAN 0 airmon-ng aircrack-ng airplay-ng ഇങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. ഇതൊക്കെ വരും ഒരൊറ്റ ഫാമിലി ടൂൾസ് ആണ്. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. aircrack-ng നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, ഇതെല്ലാം ഇൻസ്റ്റാൾ ആയിക്കോളും. aircrack-ng നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്ക് കാണാൻ airmon-ng ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എനിക്ക് സറൗണ്ടിങ്ങിലുള്ള വൈഫൈ നെറ്റ്വർക്കുകളെ കാണാൻ പറ്റും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈ ആക്സസ് പോയിന്റ് ഇത് ഡൗൺ ആവും, അപ്പൊ ഇത് എറർ വരും, പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടൈമിങ് നമുക്ക് എടുക്കും. ഓക്കെ, സറൗണ്ടിങ്ങിലുള്ള ആക്സസ് പോയിന്റുകളെ കാണാൻ പറ്റും, ടൈം എടുക്കും. ഓക്കെ, വരുന്നുണ്ട്.
ഓക്കെ, ഇവിടെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരാളെ ടാർഗറ്റ് ചെയ്യാം. ഇവിടെ വേണ്ട ഇൻഫർമേഷൻ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. നമുക്കിവിടെ ചാനൽ നമ്പർ നോക്കണം. പവർ -40. ആക്സസ് പോയിന്റ് അറിയാലോ, റൗട്ടർ ഒരു സ്ഥലത്താണ് വെക്കുന്നത്, അത് റൗണ്ട് ഷേപ്പിലാണ് സിഗ്നൽ നമുക്ക് പോകുന്നത്. അപ്പൊ -40 അതിന്റെ റേഞ്ച്, -40, -30 മുതൽ -50 വരെ ഉള്ള റേഞ്ചിലുള്ളത് നമ്മളുടെ ആക്സസ് പോയിന്റുമായി, നമ്മളുടെ ഈ ഒരു വൈഫൈ കാർഡുമായിട്ട്, ഞാനിപ്പോൾ എന്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത ഡിവൈസ് അഡാപ്റ്ററുമായിട്ട് അടുത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. -40 റേഞ്ചിലുള്ളത് എന്ന് പറഞ്ഞാൽ -30ന്റെ മുകളിലോ -50 ആ ഒരു റേഞ്ചിൽ കാണുന്നതൊക്കെ തൊട്ടടുത്തുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് നെറ്റ് ആർട്ടിസോൺ 2 and 3 2.4 ആണ് ഏറ്റവും തൊട്ടടുത്തുള്ളത്. ബാക്കിയൊക്കെ അടുത്ത് തന്നെയാണ്, നമുക്ക് അതിനൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. അവൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആർട്ടിസോൺ 2 and 3 സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഞാനിപ്പോ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു ഇവിടെ. ഓക്കെ, അപ്പൊ എനിക്ക് സറൗണ്ടിങ്ങിൽ ടാർഗറ്റ് ആരാണെന്ന് മനസ്സിലായി. എനിക്ക് ആരെയാണ് സ്കാൻ ചെയ്യേണ്ടത്, ഈ ഒരു നെറ്റ്വർക്കിനെയാണ്. അപ്പൊ എനിക്ക് അതിന്റെ BSSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്സസ് പോയിന്റിന്റെ മാക് അഡ്രസ് ആണ് BSSID. ദെൻ അതിന്റെ പേര് SSID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാനൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബീക്കോൺസും പവറും ഇതൊക്കെ നമ്മൾ നോക്കും, കൺസിഡർ ചെയ്യും. ഏത് നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ ഏറ്റവും നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണ്, അതിലായിരിക്കും യൂസേഴ്സ് ഉണ്ടാവുന്നത്, അവിടെ ആയിരിക്കും നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ നമ്മൾ -40ന്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ടാർഗറ്റിനെ ഫിക്സ് ചെയ്തു. ടാർഗറ്റ് -BSSID. ഓക്കെ, നമ്മൾ അവസാനം ഇതിന്റെ ഇടക്ക് നമ്മൾ പറഞ്ഞല്ലോ WP ഹാൻഡ് ഷേക്ക് ഇത് നടക്കുന്നു. ഈ WP ഹാൻഡ് ഷേക്ക് ഡിവൈസ് കണക്ട് ആവുന്നതിന് മുന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു ഫയലിൽ സൂക്ഷിച്ചു വെക്കാനാണ് ഞാൻ അവസാനം -W എന്നിട്ടിട്ട് ഒരു ഫയലിന്റെ പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫയലിൽ ആ കമ്മ്യൂണിക്കേഷൻ മൊത്തം സ്റ്റോർഡ് ആവും. അപ്പൊ ഒരു പർട്ടിക്കുലർ ആക്സസ് പോയിന്റിലേക്ക് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രം ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തത്. BSSID കൊടുത്തു, -C ചാനൽ നമ്പർ കൊടുത്തു, ഇന്റർഫേസിന്റെ പേര് -W എന്ന് പറഞ്ഞിട്ട് ഫയലിന്റെ പേര് കൊടുത്തു, എന്റർ അടിച്ചു. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിലേക്ക് പോകുന്ന പാക്കറ്റുകൾ മാത്രം, സിഗ്നൽസിനെ മാത്രമാണ് ഞാനിപ്പോ എന്റെ ഡിവൈസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പർട്ടിക്കുലർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത് ആർട്ടിസോൺ 2 and 3 2.4G എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതവിടെ നടക്കട്ടെ. ഇനി അവരെ കൊണ്ട് നമ്മൾ WP ഹാൻഡ് ഷേക്ക് നടത്തിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എയർപ്ലേ എൻജിൻ. കാരണം അതെങ്ങനെ നടത്തിക്കുക എന്ന് പറയുന്നത്, അവരെ കൊണ്ട് നടത്തിക്കുക. ഒന്നില്ലെങ്കിൽ അവർ ഡിസ്കണക്ട് ആയിട്ട് കണക്ട് ആവണം, അപ്പോഴാണ് WP ഹാൻഡ് ഷേക്ക് നടക്കുന്നത്, ഹാഷ് വാല്യൂ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ അവർ നെറ്റ്വർക്കിന്റെ പുറത്ത് പോയി അകത്ത് കയറണം, അല്ലെങ്കിൽ അവരെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പുറത്ത് ഇറക്കിയിട്ട് അകത്ത് കയറ്റിപ്പിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എയർപ്ലേ എൻജിൻ. ആ മെത്തേഡാണ് ഡീഓതന്റിക്കേഷൻ അറ്റാക്ക്. നമ്മൾ സിഗ്നൽ ജാമിംഗ് ഒക്കെ ചെയ്യാറില്ല, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടെ ജാം ചെയ്യണം, അവരുടെ സിഗ്നലിനെ നമ്മൾ ജാം ചെയ്തുകൊണ്ട് അവരുടെ നെറ്റ്വർക്കിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവിടുത്തെ നെറ്റ്വർക്ക് ഒന്ന് ഡിസ്കണക്ട് ആവും, വീണ്ടും കണക്ട് ആവും. അപ്പോൾ വീണ്ടും കണക്ട് ആവുന്ന സമയത്ത് അവർ വീണ്ടും ഹാഷ് വാല്യൂ ഷെയർ ചെയ്യും, ആ ഹാഷ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർപ്ലേ എൻജിൻ എന്ന് കൊടുക്കുക. നമ്മളുടെ മാക് അഡ്രസ് ഏതാണ് അത് കൊടുക്കുക. ഓക്കെ, എയർപ്ലേ എൻജിൻ. അതിന് മുന്നേ ഏത് അറ്റാക്കാണ് നമ്മൾ നടത്തുന്നത്, -DOth. ഓക്കെ, ഡീഓതന്റിക്കേഷൻ അറ്റാക്ക്. -DOth എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ -0 വെച്ച് ചുരുക്കിയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ -DOth 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പാക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ ജാം ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് DOth 0 കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് 0 കൊടുക്കണ്ട, പകരം 20 കൊടുത്ത് അത് ലിമിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 20 സെക്കൻഡ് മാത്രം അവർ ഡീഓതന്റിക്കേഷൻ നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. 20 സെക്കൻഡ് മാത്രം അവർ ഡീഓതന്റിക്കേഷൻ നടത്തിയാൽ മതി, അവരൊന്ന് ഡിസ്കണക്ട് ആയാൽ മതി. നമുക്ക് അവരൊന്ന് ഡിസ്കണക്ട് ആയിട്ട് കണക്ട് ആവണം, അത്രേ നമ്മൾ ഉദ്ദേശമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനത് കൊടുത്തു. 20 സെക്കൻഡേക്കും അവരൊന്ന് ഡിസ്കണക്ട് ആയിട്ട് കണക്ട്, പിന്നെ 20 സെക്കൻഡ് കഴിഞ്ഞാൽ അവർ വീണ്ടും കണക്ട് ആവുമല്ലോ. ദെൻ -A എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു റൗട്ടറിന്റെ നമ്പർ കൊടുക്കുന്നു. 0C മാക് അഡ്രസ് 0C:86:4B:46:B1 കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. 20:0C:86:4B:46:B1. Then WLAN 0.
പെട്ടെന്നാവണം, അല്ലെങ്കിൽ ഇന്റർഫേസ് ഇപ്പോൾ ഡൗൺ ആവും. ഓക്കെ, ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. കണക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ആവില്ല. ഇതായിരുന്നു ആ വീഡിയോയിൽ. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടക്കുന്നു. WP ഹാൻഡ് ഷേക്ക് ക്യാപ്ചർഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ WP ഹാൻഡ് ഷേക്ക് ക്യാപ്ചർഡ് എന്ന് പറഞ്ഞിട്ടുള്ള WP ഹാൻഡ് ഷേക്ക് എന്നുള്ള മെസ്സേജ് അവിടെ വരും. ഓക്കെ, ഇവിടെ വരും WP ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഒന്നുകൂടി ഒന്ന് കൊടുത്തേക്കാം. ഡിയോത്ത്. ഓക്കെ, 20 പാക്കറ്റ് നമ്മൾ വീണ്ടും ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഡിസ്കണക്ട് ചെയ്യുകയുള്ളൂ. നമ്മൾ പവർഫുൾ ആയിട്ടുള്ള അഡാപ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അഡാപ്റ്ററിന് ഇങ്ങനൊരു ഇഷ്യൂ പറ്റും. ഓക്കെ, ഡി ഓതന്റിക്കേഷൻ എന്തിനാന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ബാക്കി ഡിവൈസുകൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ അയച്ച പാക്കറ്റുകൾ അയച്ചുകൊണ്ടാണ് ഇവിടെ ബീക്കോൺസ് ഇത്രയും കൂടിപ്പോയത്. കാരണം കമ്മ്യൂണിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡിവൈസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, കണ്ടോ ബീക്കോൺസ് പാക്കറ്റ് പോകുന്നതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ആക്സസ് പോയിന്റിലേക്ക്. നമുക്ക് WP ഹാൻഡ് ഷേക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇവിടെ WP ഹാൻഡ് ഷേക്ക് ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞാൽ WP ഹാൻഡ് ഷേക്ക് ആ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. ഓക്കെ, അങ്ങനെ കാണിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ അവർ തന്നെ ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്താലോ ഈ പറഞ്ഞ രീതിയിൽ കാണിക്കും. ഇവിടെ WP ഹാൻഡ് ഷേക്ക് എന്നുള്ള ഒരു വാല്യൂ കാണിക്കും. എയർപ്ലേ NG നെറ്റ്വർക്ക് കണക്ട് അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഉണ്ട് ചെക്ക് ചെയ്യാൻ. കാണിച്ചു തരാം. എയർപ്ലേ NG ടെസ്റ്റ് W10. ഇത് കൊടുത്താൽ തന്നെ മനസ്സിലാവും നമുക്ക് നമ്മുടെ ആക്സസ് പോയിന്റ് കണക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത്. പാസ്വേഡ് അവിടെ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ആൾക്കാർ. പക്ഷേ ഇവിടെ WP ഹാൻഡ് ഷേക്ക് ഇവിടെ ക്യാപ്ചർ കാണിച്ചില്ല. ആ ഒരൊറ്റ കാരണമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് അത് കാണിച്ചു തരാൻ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടന്ന സമയത്ത് ഇതാ ഇവിടെ കണ്ടു WP ഹാൻഡ് ഷേക്ക് ക്യാപ്ചർഡ് എന്നല്ല WP ഹാൻഡ് ഷേക്ക്. കാരണം ഡി ഓതന്റിക്കേഷൻ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഏതൊരു ഡിവൈസ് ഡിസ്കണക്ട് ആയിട്ട് വീണ്ടും കണക്ട് ആയി. അപ്പോൾ ഇവിടെ WP ഹാൻഡ് ഷേക്ക് കണ്ടു. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്തു. ഇപ്പൊ എന്താണ് കണ്ടത്? വൈറ്റ്. നമ്മളിപ്പോൾ ലാസ്റ്റ് അടിച്ച് ഏത് ഫയൽ അടിച്ചപ്പോഴേക്ക് വൈറ്റ്. ഇപ്പൊ വൈറ്റ് എന്ന് പറഞ്ഞ ഫയലിൽ ഇപ്പൊ എന്തുണ്ട്? WP ഹാൻഡ് ഷേക്ക് ഉണ്ട്. ശരിക്കും ഇതൊരു വയർ ഷാർപ്പ് ഫയലാണ്. ഞാൻ LS അടിച്ചിട്ട് കാണിച്ചു തരാം. എന്നോട് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഞാൻ ബ്ലാക്ക് ടെസ്റ്റ് ചെയ്ത് കുറേ കളർ ഞാൻ ടെസ്റ്റ് ചെയ്തു. കാരണം ഈ എറർ വരുന്നതുകൊണ്ടാണ്. നമുക്ക് അവസാനം കിട്ടിയ ഇതിലായിരുന്നു, വൈറ്റിലായിരുന്നു. white.cap. ഈ ഫയൽ എന്താണ്? വയർ ഷാർക്ക് ഫയലാണ്. നമ്മൾ വയർ ഷാർക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും വൈറ്റ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് അതിന് ഫയൽ ക്യാപ്സ് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ കാണിച്ചു തരാം. വയർ ഷാർക്ക് white.cap. നമുക്ക് എന്ത് ചെയ്യാം? ആ പാക്കറ്റ് മൊത്തം നമ്മൾ ക്യാപ്ചർ ചെയ്തു.
ദെൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കീ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ കാണാൻ പറ്റും. ഓതന്റിക്കേഷൻ കീ ഇവിടെ ഉണ്ടാകും. പക്ഷെ അത് കണ്ടോ ഹാഷ് രൂപത്തിലാണ്. നമുക്കിത് ഇങ്ങനെ കണ്ടുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇത് ക്രാക്ക് ചെയ്യാം. ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയർ ക്രാക്ക് എൻജി. ഓക്കെ, എയർ ക്രാക്ക് എൻജി. ദെൻ എന്താ നമുക്ക് കഴിഞ്ഞ വൈറ്റ് ഡോട്ട് ക്യാപ്പ് വേർഡ് ലിസ്റ്റ്. നമുക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ലിസ്റ്റിന്റെ സഹായം വേണം. അതാണ് പാസ്വേഡ് ഡോട്ട് txt എന്ന് പറഞ്ഞ് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതാക്കണം ഇവിടെ കീ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ പാസ്വേഡ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഒരു ആക്സസ് പോയിന്റ് പാസ്വേഡ് കാണാൻ പറ്റും. ഇനി ഞാനൊരു പെട്ടെന്ന് വേറൊരു ടൂളിലേക്ക് പോവാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര ഇനി പറയാനുള്ളതായിരുന്നു, ഞാൻ മിസ് ചെയ്ത് പോയത്. ഇനി നമുക്ക് അത് ടോപ്പിക് എടുക്കാം. വേറൊരു ടൂൾ ഉണ്ട്, വൈഫൈറ്റ് എന്ന് പറയും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായി. കുറെ അത് പഠിക്കണം, ഇത് പഠിക്കണം. ഇതിപ്പോ ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയ ഒരു ടൂളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഇതാണ് അതിന്റെ ട്രഡീഷണൽ മെത്തേഡ്. ഇതാണ് ഇതിന്റെ ബിഹൈൻഡിൽ. ഈ ടൂൾ, ഈ വൈഫൈറ്റ് എന്ന് പറയുന്ന ടൂൾ ആണെങ്കിലും ഇതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് മൊത്തം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇതിനുള്ള ടൂളാണ് വൈഫൈറ്റ്. ഓക്കെ, ഞാൻ വൈഫൈറ്റ് റൺ ചെയ്യുന്നു. വൈഫൈ ടൂള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടാസ്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് വൈഫൈറ്റ് എന്ന് പറയുന്നത്. അഡാപ്റ്ററിന്റെ ഇഷ്യൂ കൊണ്ടാണ്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈഫൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ സറൗണ്ടിങ്ങിലുള്ള നെറ്റ്വർക്കുകൾ സിമ്പിളായിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഒരു വൈഫൈയിലേക്ക് ഓതന്റിക്കേഷൻ എടുക്കാനുള്ള വേറൊരു മെത്തേഡാണ് WPS എന്ന് പറയുന്നത്. ഓക്കെ, വയർലെസ് പുഷ്. ഈ WPS രണ്ട് രീതിയിലുണ്ട്. ഹാർഡ്വെയർ രൂപത്തിലുണ്ട്, നമുക്ക് വിർച്വലി ഉണ്ട്. ഓക്കെ, ഫിസിക്കലി ഉണ്ട്, വിർച്വലി ഉണ്ട്. ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് ആക്സസ് എടുക്കാൻ നമുക്ക് നോർമലി നമ്മൾ എന്താ ചെയ്യാറ്? വൈഫൈ പാസ്വേഡ് മാത്രമല്ല, വേറൊരു മെത്തേഡാണ് WPS എന്ന് പറയുന്നത്. ഓക്കെ, WPS വിർച്വലി ഉണ്ട്, അതേപോലെ ഫിസിക്കലി ഉണ്ട്. ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൗട്ടറിലേക്ക് കണക്ഷൻ എടുക്കണം, വൈഫൈയിലേക്ക് കണക്ഷൻ എടുക്കണം. ആ റൗട്ടറിനെ നിരീക്ഷിച്ച് നോക്കുക. ആ റൗട്ടറുള്ള ഒരു WPS ബട്ടൺ ഉണ്ടാവും. ആ പ്രസ് ചെയ്തുകൊണ്ട് അത് പ്രസ് ചെയ്ത് പിടിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ, പഴയ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു WPS ത്രൂ വൈഫൈയിലേക്ക് കയറാൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു വയർലെസ് സെറ്റിംഗ്സിന്റെ ഉള്ളിൽ. അതും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വയർലെസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. WPSന്റെ ബട്ടൺ അവിടെ ഉണ്ടാവും, റൗട്ടറിൽ ഉണ്ടാകും. പഴയ റൗട്ടറിലേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന റൗട്ടറിലൊക്കെ അത് ഉള്ളിലാണ് കൊണ്ടുപോയി വെക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉള്ളിലായിരിക്കും ആ ബട്ടണൊക്കെ ഉണ്ടാവുക. പുറത്ത് എല്ലാവരും പ്ലഗ് ചെയ്യുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ബട്ടൺ പോയി പെട്ടെന്ന് പ്രസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആ ബട്ടൺ നമ്മൾ പിന്നൊക്കെ ഫോണിന്റെ സിം ഇൻജെക്ടർ പോലെ അങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്യണം. അപ്പൊ ഈ ബട്ടൺ ഉള്ളിലായിരിക്കും, അത് നെക്കി പിടിക്കുകയും വേണം. ദെൻ ഫോണിന്റെ ഉള്ളിൽ WPS ത്രൂ ലോഗിൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് പഴയ ഫോൺ സെറ്റിംഗ്സിൽ ഉണ്ടായിരുന്നു. അതും ഓണാക്കി വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. പാസ്വേഡ് ഇല്ലാതെ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പാസ്വേഡ് ഉണ്ടെങ്കിൽ തന്നെ പിൻ ആയിരിക്കും, നമ്പർ ആയിരിക്കും, 8 അക്ക നമ്പർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയും നമുക്ക് ഓതന്റിക്കേഷൻ എടുക്കാം. ഇനി വിർച്വലി നമുക്ക് എങ്ങനെ ഓതന്റിക്കേഷൻ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ആ ബട്ടൺ നെക്കി പിടിച്ചിട്ട്, മറ്റൊന്ന് നമുക്ക് പ്രോഗ്രാമുകൾ റീവർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട്, ഓക്കെ, വാഷ് എന്ന് പറയുന്ന ടൂൾ, വാഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് വാഷ്. വാഷ് നമുക്ക് സറൗണ്ടിങ്ങിലുള്ള WPS നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വാഷ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. വാഷ് WLAN 0 വാഷ് -i. എന്റെ സറൗണ്ടിങ്ങിലുള്ള WPS എനബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് വാഷ് കൊടുക്കാം. എന്നിട്ട് റീവർ എന്ന് പറയുന്ന ടൂളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതൊന്നും നമ്മൾ ഈ വൈഫൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ വൈഫൈറ്റ് ചെയ്തോളാം. ഓക്കെ, ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഈ WPS എനബിൾഡ് ആയിട്ടുള്ള ഈ ഡിവൈസുകൾ മാത്രം ഇവിടെ ഇനി കാണിക്കും. സമയം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ വാഷ് എന്തിനാണ്? ഈ WPS എനബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വിർച്വലി എങ്ങനെ ഇതിലേക്ക് ഓതന്റിക്കേഷൻ എടുക്കാം? നമ്മൾ റീവർ പോലെയുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓതന്റിക്കേഷൻ എടുക്കുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അപ്പൊ ഇവിടെ WPS എനബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മെത്തേഡ് ഒന്നും വേണ്ട ഓതന്റിക്കേഷൻ എടുക്കാം. ഈ WPS ഞാൻ പറഞ്ഞല്ലോ 8 അക്ക പിൻ നമ്പർ ആയിരിക്കും. വിർച്വലി അങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്. 8 അക്ക പിൻ നമ്പർ ആയിരിക്കും. 8 അക്ക പിൻ നമ്പർ എന്ന് പറഞ്ഞാൽ 0000 8 അക്ക മുതൽ 999 വരെയുള്ള വാല്യൂ ആയിരിക്കുമല്ലോ. അതങ്ങോട്ട് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ WPS പിന്ന് കിട്ടും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ആ സിസ്റ്റത്തിൽ കയറുന്നു, എന്നിട്ട് അവരുടെ പാസ്വേഡ് ഈ വൈഫൈ ടൂൾ നമുക്ക് ഇങ്ങോട്ട് എടുത്തു തരും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏത് നെറ്റ്വർക്ക് നമുക്ക് ആക്ട് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ഇതുവരെ ചൂസ് ചെയ്ത RT Zone 2 and 3 ഇതന്നെ എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് Ctrl+C അടിച്ചു,
എന്നിട്ട് RT1 എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇവർ തന്നെ WPS അറ്റാക്ക് ചെയ്യുന്ന പല പല മെത്തേഡുകൾ ഇവർ ചെക്ക് ചെയ്ത് നോക്കും. WPS ഫിക്സീഡസ്റ്റ് അറ്റാക്ക്, PMKID അറ്റാക്ക്, പിൻ അറ്റാക്ക്. ആ പിൻ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇതിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ഓതന്റിക്കേഷൻ കിട്ടും. അപ്പൊ ഈ വൈഫൈറ്റ് എന്നുള്ള ഒരു ടൂള് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തത് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിക്സിഡസ്റ്റ് അത് റീവർ ടൂൾ വെച്ച് അവർ ചെക്ക് ചെയ്തു, പക്ഷെ അത് ഫെയിൽഡ് ആയി. നൾ പിന്നില്ലാതെ അവർ ചെക്ക് ചെയ്യാൻ നോക്കി. ഇപ്പുറത്ത് നോക്കണ്ട കേട്ടോ, ഇപ്പുറത്ത് എന്താണ് ഞാൻ പറഞ്ഞത്, WPS എനബിൾഡ് ആയ ഡിവൈസിൽ കാണിച്ചിരുന്നേ ഉള്ളൂ, അത് മാറ്റി വെക്കാം. നൾ പിൻ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൾ പിൻ ഒന്നുമില്ല, അവിടെ പിന്നുണ്ട്. സമയമെടുക്കും. നമ്മളുടെ ആക്സസ് പോയിന്റിന്റെ പവർ ഒക്കെ ഇതിന് ഡിപ്പെൻസ് ആണ്. ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്റെ അഡാപ്റ്റർ. ഓക്കെ, നൾ പിന്ന് തെറ്റിപ്പോയി. അവരിനി പിൻ അറ്റാക്ക് വെച്ച് ചെയ്ത് നോക്കുകയാണ്. പിൻ അറ്റാക്ക് അവർ മാറ്റി മാറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ നമ്പറിന്റെ ഉള്ളിൽ ഒരു നമ്പർ ആയിരിക്കുമല്ലോ അത്. അവരത് മാറ്റി മാറ്റി ചെക്ക് ചെയ്തിട്ട് ആ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ WPS വഴി ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അവിടുത്തെ പാസ്വേഡ് കണ്ടുപിടിച്ചു തരും. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈഫൈ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മിക്കവാറും കാണിച്ചു തരുന്ന ടൂള് ഇതായിരിക്കും. ഈ വൈഫൈറ്റ് വെച്ചിട്ടായിരിക്കും അത് കാണിച്ചു തരുന്നുണ്ടാവുക. 6 മണിക്കൂർ ഇറങ്ങുമായിരുന്നു. നാളെ ഞാൻ ഫുള്ളി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ എടുത്ത ടോപ്പിക്കിൽ ഏതെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇത്ര സമയമൊന്നും എടുക്കില്ല. നമ്മളുടെ ഈ ഒരു ആക്സസ് പോയിന്റിന്റെ സ്ട്രെങ്ത് കൊണ്ടാണത്. ഓക്കെ, ഓക്കെ, എത്ര പെട്ടെന്ന് നമ്മൾ പാസ്വേഡ് കിട്ടി. ഇത്രയും സമയം എടുക്കില്ല. ഇത് ഇവിടുത്തെ ആക്സസ് പോയിന്റിന്റെ പവർ കൊണ്ട് എന്താ അഡാപ്റ്ററിന്റെ ഞാൻ ചെറിയൊരു അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇവരുടെ WPS പിൻ എന്താണ് 1 2 3 4 5 6 7 0 ഇതൊക്കെ പെട്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ആ പാസ്വേഡ് നമുക്ക് ഡംപ് ചെയ്ത് തന്നു. ഇനി WPS ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലോ ഇവിടെ എന്താ നടക്കുക? ഇപ്പൊ ഞാൻ WPS ഇല്ലാത്തൊരു നെറ്റ്വർക്ക് വീണ്ടും ഞാൻ വൈഫൈ റൺ ചെയ്യുന്നു. WPS ഇല്ലാത്തൊരു ഡിവൈസ് ആണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അറ്റാക്കുകൾ ഉണ്ടല്ലോ, ഞാൻ ഇല്ലാത്ത ഒന്ന് കൊടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ അറ്റാക്കും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തോളും. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അവർ തന്നെ ചെയ്തോളും. അപ്പം അവിടെ എന്ത് വേണം, അവസാനം ഒരു വേർഡ് ലിസ്റ്റ് നമ്മൾ കൊടുക്കണമല്ലോ, അത് നമ്മൾ ഇവിടെ കൊടുക്കാം. വൈഫൈ ടു -W എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ലിസ്റ്റ് നമ്മൾ കൊടുക്കാം. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ഡിഫോൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യും. ഇപ്പൊ ഇതിവിടെ WPS ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇതാക്കും, ഏഷ്യാനെറ്റ് ഫൈബർ. ഇപ്പൊ ഇവരുടേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. Ctrl+C4 ക്ലിക്ക് ചെയ്തു. അവരാദ്യം PMKID നോക്കുന്നു, കിട്ടില്ല. ഞാനത് ജസ്റ്റ് ബാക്കിയുള്ളത് നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാൻ Ctrl+C അടിക്കുക. അപ്പൊ അവർ ഈ സ്റ്റെപ്പ് മാത്രം സ്റ്റോപ്പ് ചെയ്താൽ മതിയോ, കംപ്ലീറ്റ് എക്സിറ്റ് ആവണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് എക്സിറ്റ് ആവേണ്ട, ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും C കൊടുത്തു. കണ്ടോ, WP ഹാൻഡ്ഷേക്ക് ക്യാപ്ചർ. ഇത് നമ്മൾ എവിടെ കണ്ടാണ്, നമ്മളിത് എയർപ്ലെയിൻ വെച്ച് ചെയ്തതാണ്. ഇവർ WP ഹാൻഡ്ഷേക്ക് ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് ഇവർ തന്നെ അത് ക്രാക്കും ചെയ്യും. ഓക്കെ, ഇവരുടെ കയ്യിൽ ഡീഫാൾട്ട് ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അവർ ക്രാക്ക് ചെയ്യുക. അതിലാകെ 100 വേർഡേ ഉള്ളൂ. നമുക്ക് എക്സ്ട്രാ വേർഡ് ലിസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈഫൈ റൺ ചെയ്യുന്ന സമയത്ത് വൈഫൈ സ്പേസ് -W എന്ന് പറഞ്ഞിട്ട് ആ വേർഡ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് ലിസ്റ്റിലുള്ള ഡാറ്റ വെച്ചിട്ട് ഇവർ ആ രീതിയിലും ട്രാക്ക് ചെയ്യും. ഇപ്പൊ വേർഡ് ലിസ്റ്റ് വെച്ചിട്ടും ട്രാക്ക് ചെയ്യും. എന്നാൽ WPS എനബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡിയോതന്റിക്കേഷന്റെ വേർഡ് ലിസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. WPS ഏതാണോ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തോളും, ലോഗിൻ ചെയ്തോളും. ഇത് ഡിയോതന്റിക്കേഷൻ അത്യാവശ്യം സമയം എടുക്കും. നേരത്തെ നമ്മൾ ചെയ്തതല്ലേ, അഡാപ്റ്ററിന്റെ കപ്പാസിറ്റി ഇതിന് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. വൈഫൈ നമ്മൾ വീണ്ടും റൺ ചെയ്തു. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും WPS ഉള്ളത് നോക്കാം. ഓക്കെ, ഈ സമയം കൊണ്ട് നമുക്ക് വേറെ 2 അറ്റാക്കുകൾ പറയാം. വൈഫൈ വെച്ചിട്ട് വേറെയും അറ്റാക്കുകൾ ഉണ്ട്. നിങ്ങൾ സിംഗം സിനിമയിൽ ഒരു വൈഫൈ അറ്റാക്ക് കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് അല്ല, അതിന്റെ ഇടയ്ക്കൊന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു മെത്തേഡാണ് എബിൾട്വിൻ അറ്റാക്ക് എന്ന് പറയും. ഒരു കമ്പനീന്റെ വൈഫൈ ഹാക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫിഷിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്.
എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഒരു വൈഫൈ ഉണ്ടല്ലോ, ഉദാഹരണത്തിന് ഇവിടുത്തെ വൈഫൈ ആണ് RT Zone 2 and 3, റെഡ് ടീം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു വൈഫൈ ആണെന്ന് വിചാരിക്കുക, യൂസ് ചെയ്യുന്ന വൈഫൈ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ആക്സസ് പോയിന്റും കൊണ്ട് വന്നിട്ട് ഇതേ പേരിൽ ഒരു വൈഫൈ ക്രിയേറ്റ് ചെയ്യാം. ഇതേ പേരിൽ നിങ്ങൾ ഒരു വൈഫൈ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഒറിജിനൽ ഈ വൈഫൈനെ ഡീഓതന്റിക്കേറ്റ് ചെയ്യാം. ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു നെറ്റ്വർക്കിന് ഡീഓതന്റിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഇതേ പേരിൽ നിങ്ങളൊരു ഹോസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. വൈഫൈ ഒരു റൗട്ടർ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാം, അഡാപ്റ്റർ യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാം. അപ്പം ഈ റെഡ് ടീമിലുള്ള ആളുകൾ എന്ത് വിചാരിക്കും, ഇതാണ് ഒറിജിനൽ നെറ്റ്വർക്ക് എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കണക്ട് ആവും. ഏത് ഒറിജിനലിനെ നമ്മൾ ഡിയോതന്റിക്കേറ്റ് നടത്തി, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ അപ്പ് ചെയ്തു, ആ ഡ്യൂപ്ലിക്കേറ്റിൽ എല്ലാവരും കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവർ അതുവഴി കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് അപ്പ് ചെയ്ത് നമ്മളാണ്, നമ്മുടെ ഡിവൈസിൽ നിന്ന് അപ്പ് ചെയ്തത്. നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം വയർ ഷാർക്ക് വഴി കാണാൻ പറ്റും. അവരെന്തൊക്കെയാണ് നടത്തുന്നു, അവരുടെ ഡിവൈസിലേക്ക് ആക്സസ് എടുക്കാനും അവരെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നടത്താൻ പറ്റും. ഈ അറ്റാക്കിനെയാണ് നമ്മൾ എബിൾട്ടിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഏതാ ചെയ്തത്, 2 and 3 ചെയ്തത്. ഇനി നമുക്ക് RTWS ഒന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ്. ഓക്കെ, ഈ പറഞ്ഞ അറ്റാക്കുകൾ നടത്തിയിട്ട് അതെന്ത് ചെയ്യും, അവിടെ RTWS 2.4G പാസ്വേഡ് കൂടി കണ്ടുപിടിക്കും. സമയം എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പിക്സി ടെസ്റ്റ് നടത്തും, നൾപിന്ന് നടത്തും. കണ്ടോ, പിക്സി ടെസ്റ്റ് പോയി. ഇനി അവർ നൾപിന്ന് നടത്തും, അതിലും നൾപിന്ന് പിന്നൊന്നും ഇല്ലാതെ കയറാൻ പറ്റുമോ നോക്കുന്നതാണ് ഈ നൾപിൻ അറ്റാക്ക്. അതിലും കിട്ടുന്നുണ്ടാവില്ല, അവസാനം അവർ പിൻ അറ്റാക്ക് നടത്തും. ഓക്കെ, സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ.